എല്ലാ കൂട്ടുകാരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഈ വരുന്ന ഏപ്രിൽ മാസം 9-ാം തീയതി നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാറശാല നിയോജകമണ്ഡലത്തിൽ നിന്നും ജനവിധി തേടാമെന്ന് കരുതുന്നുണ്ട്. അത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ നിൽക്കാൻ തീരുമാനിക്കുന്നത്. കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും പിന്തുണ എനിക്ക് ആവശ്യമാണ്. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ഓരോ വിലയേറിയ വോട്ടും എനിക്ക് തന്ന് എന്നെ വിജയിപ്പിക്കണം. ഞാൻ ഒരു പാർട്ടിയിലുമല്ല നിൽക്കുന്നത്. കാരണം അതെന്ന് വെച്ചാൽ എനിക്ക് പാർട്ടിയായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഓരോ തവണ ഇലക്ഷൻ വരുമ്പോഴും എനിക്ക് ഇഷ്ടമുള്ള പാർട്ടിക്ക് ആളിന് ഞാൻ വോട്ട് കൊടുക്കും. അതെങ്ങനെയെന്ന് വെച്ചാൽ നല്ലൊരു വ്യക്തിയെ നോക്കി ഞാൻ വോട്ട് കൊടുക്കാറുണ്ട്. അല്ലാതെ ഒരു പാർട്ടിയെ ഞാൻ വിശ്വസിക്കാറില്ല. നല്ല ഭരണം കാഴ്ചവെക്കുന്ന ആരെന്ന് വെച്ചാൽ അവർക്കൊരു വോട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇപ്പോഴെനിക്കൊന്ന് മത്സരിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. കാരണം എനിക്ക് ഫേസ്ബുക്ക് ഫ്രണ്ടായിട്ട് 8000 ആൾക്കാരോളം ആവാൻ ഏതാനും ദിവസങ്ങൾ മതി. അപ്പോൾ ഈ 8000 ആൾക്കാരുടെ വോട്ട് മതിയല്ലോ എനിക്ക് ജയിക്കാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം ഓരോ വീട്ടിലും 4-5 ആൾക്കാരുണ്ട്. അതിൽ 2 പേര് വീതം എനിക്ക് വോട്ട് തന്നാലും ഞാൻ ജയിക്കും. എനിക്ക് ഈ 14 ജില്ല ഭരിക്കുന്ന ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിയാവണം. എനിക്ക് അതെൻ്റെ മനസ്സിൻ്റെ ഭയങ്കര ആഗ്രഹമാണ്. അതാണ് ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത്. ഞാൻ ഭൂരിപക്ഷത്തോടെ ജയിച്ചാൽ എനിക്ക് ആരോഗ്യവകുപ്പ് തന്നെ വേണമെന്ന് ഞാൻ അവരോട് നിർബന്ധം പിടിക്കും. അപ്പം ഞാൻ കാല് മാറുമെന്ന് കരുതി എനിക്ക് ആരോഗ്യവകുപ്പിനെ തരും. എനിക്ക് ആരോഗ്യവകുപ്പ് മന്ത്രിയാവണം. കാരണം ഗവൺമെൻറ് ആശുപത്രിയിലൊക്കെ വളരെ മോശമായ ചികിത്സയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഓപ്പറേഷൻ കഴിഞ്ഞ് കണ്ണും ചെവിയും കണ്ടുകൂടാതെ ചെന്ന് കത്രിക ആയിരുന്നെങ്കിൽ കത്രിക, തുണിയെങ്കിൽ തുണി, അല്ലെങ്കിൽ പഞ്ഞിയെങ്കിൽ പഞ്ചി, എന്തൊക്കെയാണ് വച്ച് കുത്തിത്തക്കിയിടുന്നതെന്ന് അവർക്ക് പോലും അറിയില്ല. അപ്പോൾ അങ്ങനെയൊന്നും വരാതെ നല്ല രീതിയിലൊരു ഭരണം നടത്തണമെന്ന് എനിക്ക് നല്ല ഒരാഗ്രഹമുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ കടയിൽ വിളിച്ചതാണ് ഇതുപോലെ തന്നെ വീഡിയോ എടുക്കുമ്പോൾ പിന്നെ കൂട്ടുകാർ അങ്ങനെ എനിക്ക് നല്ല ഒരു ഭരണം കാഴ്ചവെക്കണം, ആരോഗ്യവകുപ്പ് മന്ത്രിയാവണം എന്ന് വെച്ചാൽ എനിക്ക് മെഡിക്കൽ കോളേജിലും ഗവൺമെൻറ് ആശുപത്രിയൊക്കെ പാവങ്ങൾ ചെന്ന് അവർക്ക് വേണ്ടിയുള്ള ചികിത്സ നടത്തണം എന്ന് പറയുമ്പം ഈ ഒരു മാസം വരെയേ ഉള്ളൂ. ഞാൻ ഒരു വീഡിയോ കണ്ട്, നമ്മൾ പ്രസിദ്ധിയായ യൂട്യൂബറായ സൂരജ് മെഡിക്കൽ കോളേജിൽ ഒരാൾ അവിടെ എന്തോ പൈസ അടയ്ക്കാൻ പറ്റാതെ ഇരുന്ന് സൂരജാണ് ചെന്ന് ഇറക്കി കൊണ്ടുവന്നത്. ഇങ്ങോട്ട് ഫ്രിഡ്ജ് തുറന്നെടുത്തോനെ കയറി, ഇങ്ങോട്ട് കയറി ഫ്രിഡ്ജ് തുറന്നെടുത്തോ. ഫ്രിഡ്ജിൻ്റെ എന്നാ അത് പൊട്ടിച്ചെടുക്കുമോ? വീഡിയോ കണ്ട അങ്ങോട്ട് പോയാൽ വീഡിയോ വാക്കാം. ഇത് തന്നെ എനിക്ക് പറ്റൂല സത്യം. അതൊക്കെ അവിടെ കത്തി കിടക്കണേ. വീഡിയോ തടസ്സമായി. എന്തിനെങ്കിലും തുടങ്ങുമെങ്കിൽ അപ്പോഴവിടെ ആൾ വന്നിരിക്കും. എപ്പോഴുള്ള കാര്യമാണ്. ശരിയാണ്. അവിടെ വെച്ചാൽ ഞാൻ എടുത്തോളാം. താഴെ ശരി. കൊച്ചി എന്നെ കയറി റോട്ടി എടുത്ത് കൊണ്ടുപോയി കേട്ടാ. അങ്ങനെ കൂട്ടുകാരെ, അങ്ങനെ എനിക്ക് നല്ലൊരു ആരോഗ്യവകുപ്പ് മന്ത്രിയാവണം. എനിക്ക് പാവങ്ങളെ ചികിത്സിക്കണം. പാവങ്ങൾ പൈസയൊന്നും ഇല്ലാതെ വന്നാൽ അവർക്ക് സൗജന്യമായിട്ട് മരുന്നും കാര്യം കൊടുക്കണം. നമ്മളായാലും ഇപ്പം ചെന്ന് ക്യൂവിൽ നിൽക്കണം, ടിക്കറ്റിന് പൈസ, എന്നിട്ട് ആവശ്യമില്ലാതെ നമുക്ക് ഇത് ഫാർമസിയിലത്തേക്ക് മരുന്നിനും അതിനും ഇതിനൊക്കെ എഴുതി വിടും. എന്നിട്ട് ഓപ്പറേഷൻ നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് എന്തെല്ലാം സാധനം നമ്മളെ കൊണ്ട് വാങ്ങിക്കും. അതുപോലെ തന്നെ എല്ലാത്തിനും അവർ ഇച്ചിരി കിടക്കാൻ ബെഡും തരും, ഒരു ആക്കം വേണ്ടാത്ത കുറേ പാരസെറ്റമോൾ ഗുളികയും കൊണ്ടുവരും. അല്ല എല്ലാം പുറത്തെഴുതി തരും. അപ്പോൾ എനിക്ക് ആരോഗ്യവകുപ്പ് മന്ത്രി നല്ലതായിട്ട് ഒരു പാവപ്പെട്ട ജനങ്ങളെയൊക്കെ സേവിക്കുന്ന ഒരു മന്ത്രിയാവണം. പാവങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു മന്ത്രിയാണ്. അപ്പോൾ അതിന് എൻ്റെ നിയോജകമണ്ഡലം പാറശാലയാണ്. പാറശാല നിയോജകമണ്ഡലത്തിൽ ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാനാണ് എൻ്റെ താല്പര്യം. അപ്പോൾ നിങ്ങളെല്ലാവരും പിന്തുണയും സപ്പോർട്ടും വോട്ടും ഒക്കെ എനിക്ക് ആവശ്യമാണ്. നിങ്ങളെൻ്റെ 8000-ഓളം വരുന്ന 8000 എത്തിയില്ല, 8000-ഓളം വരുന്ന സുഹൃത്തുക്കളെല്ലാം എനിക്ക് വോട്ട് തന്ന് വിജയിപ്പിക്കണം. 14 ഡിസ്ട്രിക്റ്റിലും ഉള്ളൊരു വനിതാ ആരോഗ്യവകുപ്പ് മന്ത്രി, അതിന് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. എനിക്ക് അതിന് വേണ്ടിയുള്ള എല്ലാ പിന്തുണയും നിങ്ങൾ തരണം. അതുകൊണ്ട് ഞാൻ ഈ വർഷത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണ് തീരുമാനിക്കുന്നത്. കാലുവയ്യാതെയൊന്നും നിങ്ങൾ നോക്കരുത് കേട്ടാ. ഞാൻ നല്ല ഭരണം കാഴ്ചവെക്കും. നല്ല ഭരണമായിരിക്കും എന്നിലൂടെ നിങ്ങൾക്ക് വരുന്നത്. എനിക്ക് നമ്മളിന്ന് ഓരോ നാട്ടിൽ നടക്കണ കാണുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. നമ്മൾ മന്ത്രിമാരായാലും ആരായാലും അവർ കണ്ടില്ല കേട്ടില്ലെന്നങ്ങ് നടിക്കും. പക്ഷേ നല്ല ഭരണം കാഴ്ചവെക്കണം. ഡോക്ടർമാരെ കൈക്കൂലി വാങ്ങിക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല കേട്ടാ. ഗവൺമെൻറ് ആശുപത്രിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ നിർബന്ധം പിടിക്കും. നമുക്ക് ഇതിനു മുമ്പ് ഒരു ആരോഗ്യവകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നല്ലോ, പി കെ ശ്രീമതി ടീച്ചർ.
അവർ നല്ലൊരു മന്ത്രിയായിരുന്നു കേട്ടോ. അവരെ നമുക്കെല്ലാം നല്ല നല്ല ഇഷ്ടമുള്ളൊരു മന്ത്രിയായിരുന്നു. അവർക്കൊരു ബിഗ് സല്യൂട്ട്. ഇപ്പോഴെവിടെ നിന്നാലും അവർ വൻപിച്ച ഭൂരിപക്ഷത്തോടെ ജയിച്ച് വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ ആരുടെയാണോ വാർഡിൽ മണ്ഡലത്തിൽ നിൽക്കുന്നു അവർക്ക് വൻപിച്ച ഭൂരിപക്ഷത്തോടെ ജയിപ്പിക്കണം. അവർ നല്ലൊരു വ്യക്തിയാണ്. ഇത്രയും മന്ത്രിമാർ ഭരിച്ചതിൽ നല്ല ഒന്നാം തരം ഒരാളാണ് പി.കെ. ശ്രീമതി ടീച്ചർ. അവർക്ക് വോട്ട് കൊടുത്ത് ജയിപ്പിക്കണം. എൻ്റെ ഇവിടെ എവിടെയെങ്കിലും നിന്നെങ്കിൽ ഞാൻ 5000 വോട്ട് പിടിച്ച് കൊടുക്കുമായിരുന്നു. ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോ ഇലക്ഷൻ വരുമ്പോഴും എൻ്റെ പ്രതിനിധികൾ നമ്മളെ വാർഡ് മെമ്പറൊക്കെ എന്നോട് ഒന്ന് സംസാരിക്കാറുണ്ട്. കുറച്ച് പേർക്ക് വോട്ടൊക്കെ പറഞ്ഞു കൊടുക്കണം, വിളിച്ച് കൊടുക്കണം എന്നൊക്കെ പറയാറുണ്ട്. എൻ്റെ അടുത്തുള്ള രാഷ്ട്രീയക്കാരെല്ലാവരും വരാറുണ്ട്. അപ്പോൾ സംസാരിക്കാൻ അങ്ങനെ സംസാരിച്ചൊക്കെ അവർക്ക് അതിനുള്ള ഏർപ്പാട് ചെയ്യണം എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ ബായ് കൂട്ടുകാരെ, അപ്പോൾ എല്ലാ പിന്തുണയും പ്രതീക്ഷിച്ചുകൊണ്ട് നടത്തുന്നു. നിങ്ങളുടെ ഓരോ വോട്ടിനും എനിക്ക് തന്ന് വിജയിപ്പിക്കണം. ഇനി ഞാൻ ജയിക്കുമ്പോഴായിരിക്കും നിങ്ങളെ മുന്നിൽ വരുന്നത്. ബായ്.